നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ആശങ്കപ്പെടാൻ വരട്ടെ. അതായത് ഹജ്ജ് വേളയിലാണ് ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. ഈ സമയത്ത് മക്കയിലും മദീനയിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താൻ സൗദി ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. മദീനയിലും മറ്റ് പുണ്യസ്ഥലങ്ങളിൽ വാഹനങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയന്ത്രണം. ഇത് സംബന്ധിച്ച് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള നിർദ്ദേശം ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് ലഭിച്ചു. അടുത്ത ഹജ്ജ് വേളയിൽ നടപ്പാക്കാനായി പ്രധാനമായും 5 നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അവ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. ചെറിയ വാഹനങ്ങൾക്കും തീർത്ഥാടകർ ഓടിക്കുന്ന വാഹനങ്ങൾക്കും പുണ്യസ്ഥലങ്ങളിൽ പ്രവേശിക്കാൻ അനുമതി നൽകില്ല. തൊഴിലാളികൾക്കുള്ള വാഹനങ്ങളിൽ തീർത്ഥാടകർ സഞ്ചരിക്കാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. തീർത്ഥാടകർക്ക് പുണ്യസ്ഥലങ്ങളിൽ യാത്ര ചെയ്യാനായി സർവീസ് ഏജൻസി തയ്യാറാക്കുന്ന വാഹനങ്ങളിൽ തീർത്ഥാടകർ ഡ്രൈവർമാരാകാൻ പാടില്ല. ഇഹ്റാം ധരിച്ചവർ ഓടിക്കുന്ന 25 പേരിൽ താഴെ യാത്ര ചെയ്യാവുന്ന വാഹനങ്ങൾ പുണ്യസ്ഥലങ്ങളിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ തടയണം. ഈ വാഹനങ്ങൾ പ്രവേശന കവാടത്തിനടുത്തുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്യുകയോ തിരികെ പോവുകയോ വേണം. എന്നിങ്ങനെ പ്രധാനമായും 5 നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതേസമയം സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രദേശങ്ങളിലും തബൂക്കിലെ തീരപ്രദേശങ്ങളിലും മഴ തുടരും. ആലിപ്പഴ വർഷവും ഉണ്ടാകും. അസീർ, ജിസാൻ പ്രവിശ്യകളിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. മക്ക, മദീന വടക്കൻ അതിർത്തികൾ, അൽ ജൗഫ്, തബൂക്ക്, ഹായിൽ, അൽ ഖസീം, കിഴക്കൻ റിയാദ് പ്രവിശ്യകളുടെ വടക്കൻ ഭാഗങ്ങളിലും വരും ദിവസങ്ങളിൽ താപനിലയിൽ കുറവ് അനുഭവപ്പെടും. സൗദിയിൽ വെള്ളിയാഴ്ച ആർത്തിരച്ചു പെയ്ത മഴയെ തുടർന്ന് വൻ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. മക്കയിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. അതിശക്തമായ മഴയെ തുടർന്ന് മക്കയിലെ കെട്ടിടങ്ങളിൽ വെള്ളം ഇരച്ചു കയറുന്നതിന്റെയും വാഹനങ്ങൾ ഒലിച്ചു പോകുന്നതിന്റെയും ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ കനത്ത മഴയെ തുടർന്നുള്ള നാശനഷ്ടങ്ങളിൽപ്പെട്ട് മരണങ്ങളോ പരിക്കുകളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. റോഡിന് നടുവിൽ വൻതോതിൽ വെള്ളം കെട്ടിക്കിടന്നതിനാൽ മുനിസിപ്പാലിറ്റിയും ട്രാഫിക് വകുപ്പും മക്ക അൽ ഷറായ ഹൈവേ ഒരു ഭാഗം അടച്ചിരുന്നു. വെള്ളം നീക്കം ചെയ്ത് റോഡ് വേഗം തുറന്നു കൊടുക്കാൻ മുനിസിപ്പാലിറ്റി ഉപകരണങ്ങളും തൊഴിലാളികളും അടക്കം ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. അടിയന്തര സാഹചര്യം നേരിടാൻ പ്രധാന റോഡുകളിൽ സിവിൽ ഡിഫൻസ് സംഘങ്ങളെയും നിലയുറപ്പിച്ചിരുന്നു. ആഘാതങ്ങൾ വിലയിരുത്താൻ രാജ്യത്ത് സിവിൽ ഡിഫൻസ് ജനറൽ ഡയറക്ടറേറ്റ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. മക്കയിൽ പേമാരിയിലും വെള്ളപ്പൊക്കത്തിലും നാശനഷ്ടമുണ്ടായവരിൽ നിന്ന് നഷ്ടപരിഹാരത്തിനായുള്ള അപേക്ഷകൾ കമ്മിറ്റികൾ സ്വീകരിച്ചു തുടങ്ങുമെന്നും ഡയറക്ടറേറ്റ് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.